പൂവാങ്കുറുന്തില. പൂവാങ്കുറുന്തില വർഷക്കാലങ്ങളിൽ, പ്രത്യേകിച്ച് കർക്കിടക മാസത്തിൽ സർവ്വസാധാരണമായി കാണുന്ന ദ്രവ്യമാണ്. പൂവാങ്കുറുന്തലയും ഈ ദശപുഷ്പങ്ങളിൽ മറ്റുള്ളവയെപ്പോലെ തന്നെ വളരെ പ്രാധാന്യമുള്ള ഒന്ന് തന്നെയാണ്. പൂവാങ്കുറുന്തലയിട്ട് എണ്ണ കാച്ചി, വെളിച്ചെണ്ണ കാച്ചി തേപ്പിക്കുന്നത് പഴയ വീട്ടമ്മമാരുടെ ഒരു സമ്പ്രദായമായിരുന്നു. മുടി വളരുവാനും പൂവാങ്കുറുന്തല ചേർത്ത് കാച്ചുന്ന തൈലം വളരെ നന്നായിരിക്കും. മുയൽച്ചെവി ദശപുഷ്പങ്ങളിൽ മറ്റുള്ളവയെപ്പോലെ തന്നെ പ്രാധാന്യമുണ്ട്. മാത്രമല്ല, ചെറിയ കുട്ടികളിൽ കാണുന്ന വിരശല്യത്തിന്, കൃമിശല്യത്തിന് മുയൽച്ചെവിയുടെ ഇല അരിയിൽ ചേർത്ത് അരച്ച് ദോശ ചുട്ട് കുട്ടികൾക്ക് കൊടുത്താൽ കുട്ടികൾ ആഹാരരൂപേണ കഴിക്കുകയും അതോടൊപ്പം ഈ മുയൽച്ചെവിയുടെ ഇല കൊണ്ടുള്ള ആ ഗുണം കുട്ടികൾ അറിയാതെ തന്നെ കൃമി പുറത്തു പോകുമെന്നതിനും വളരെ സഹായകമാണ്. മുയൽച്ചെവി കുട്ടികളിൽ കൃമിയെ നശിപ്പിക്കുവാൻ, കൃമിശല്യം ഒഴിവാക്കുവാൻ നല്ലതാണ്. മുയൽച്ചെവിയുടെ ഇലയിട്ട് മോര് കാച്ചി കൊടുക്കുന്നതും വളരെ നന്നായിരിക്കും. ചെങ്കണ്ണ് എന്ന രോഗത്തിനുള്ള ഔഷധമായി ദശപുഷ്പങ്ങളിലെ പൂവാങ്കുറുന്തല ഉപയോഗിക്കുക. ഇതിൻ്റെ ഇലയും ചന്ദനവും ചേർത്ത് ചതച്ച് പാലിലിട്ട് ആ പാൽ കണ്ണിലൊടിച്ചാൽ ചെങ്കണ്ണ് എന്ന അസുഖം കുറയും. ഉഴിഞ്ഞ ആയുർവേദത്തിലെ പല കഷായങ്ങളിലും പല മരുന്നുകളിലും ചേരുന്ന ഒരു വള്ളിച്ചെടിയാണ് ഉഴിഞ്ഞ സാധാരണ രീതിയിൽ ദശപുഷ്പത്തിൻ്റെ കൂടെ ശിരസിൽ ചൂടുന്നതിന് നല്ലതാണ്. പഴയകാലത്ത് മുത്തശ്ശിമാർ പറയും, ഉഴിഞ്ഞ വള്ളി കൊണ്ട് തല കെട്ടിവെച്ചാൽ മുടി നല്ല ബലത്തോടും മുടി കൊഴിയാതെയും നല്ല നീളത്തിലും മുടി ഉണ്ടാകും എന്ന്. ഉഴിഞ്ഞ വള്ളി കൊണ്ട് കെട്ടുക എന്ന സമ്പ്രദായം വൈകുന്നേരം മുത്തശ്ശിമാർ തല ചീകി കെട്ടി മേലോട്ട് കെട്ടിവെച്ച് അതുകൊണ്ട് കെട്ടുന്ന ഒരു രീതിയാണ് പഴയ കാലത്തുണ്ടായിരുന്നത്. ഇന്നതെല്ലാം തുലം നശിച്ചിരിക്കുന്നു. നെല്ലിക്കയെക്കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിരുന്ന ഒരു ഔഷധയോഗമാണ് കയ്യോന്യാദി എണ്ണ. നെല്ലിക്ക നീരും കയ്യോന്നിയും ആണ് ഇതിലെ പ്രധാന ഘടകങ്ങൾ. ദശപുഷ്പങ്ങളിലൊന്നായ ഈ ചെടിയുടെ ഉപയോഗങ്ങളെക്കുറിച്ച് പറയുന്നത് കേൾക്കാം. കണ്ണിന് വളരെ നന്നായിട്ടുള്ളതാണ്. പിന്നെ തലമുടി വളരാൻ നന്നായിട്ടുള്ളതാണ്. ദേഹത്തിന് തലയ്ക്ക് പ്രത്യേകിച്ചും ഒരു കുളിർമ ഉണ്ടാക്കുന്ന സാധനമാണ്. ഇതാണ് കഞ്ഞുണ്ണിക്കുള്ള ഗുണം. കഞ്ഞുണ്ണിയാതി എണ്ണയുണ്ട്. പിന്നെ ഭംഗരാജരസം എന്ന് പറഞ്ഞാൽ ഈ തലമുടി വളരാൻ വേണ്ടിയിട്ടൊരു മരുന്ന്, സേവിക്കാൻ മരുന്ന് പറയുന്നുണ്ട്. അതിലൊക്കെ കഞ്ഞുണ്ണിയാണ് പ്രധാനമായിട്ടും. പിന്നെ ഈ നീർവീഴ്ച കൂടെ ഇങ്ങനെ കോളിൽ വരുന്ന ആൾക്കാർക്ക് കഞ്ഞുണ്ണിയുടെ ഇല വാട്ടിപ്പിഴിഞ്ഞ് നീര് എടുത്തുള്ള ചില മരുന്നുകൾ ഉണ്ടാക്കി കൊടുക്കാനും പറയുന്നുണ്ട്. അത് തലയിലിടാനും പറയുന്നുണ്ട്, സേവിപ്പിക്കാനും പറയുന്നുണ്ട്. പ്രായം നോക്കണം, രോഗികളുടെ സ്ഥിതി നോക്കണം. എല്ലാവർക്കും കഞ്ഞുണ്ണിയാതി എണ്ണ പറ്റിയൊന്നും ഉണ്ടാവില്ല. കുറച്ചധികം പ്രായമായിട്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ കഞ്ഞുണ്ണിയാതിയുടെ എണ്ണയുടെ ശൈത്യം സഹിക്കാൻ പറ്റില്ല. ഒന്ന് രണ്ട് കുട്ടികളിങ്ങനെ, പെൺകുട്ടികൾ കോളേജിൽ പോകുന്നത് തന്നെ നാണക്കേട് കൊണ്ട് മുടിയൊക്കെ പൊഴിഞ്ഞ് പോയിട്ട് ഇങ്ങനെ വീട്ടിലിരുന്ന സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ കയ്യെണ്ണയാതി വെളിച്ചെണ്ണ നമ്മളത് കൃത്യമായി മരുന്ന് ചേർത്ത് ഉണ്ടാക്കി കൊടുത്തപ്പോൾ അവർക്ക് വളരെ ഗുണം കിട്ടിയിട്ടുണ്ട്. മുടി വീണ്ടും പഴയതുപോലെ തന്നെ ഇടതുറന്ന് വളർന്ന് ഇപ്പോഴും അവർ ഉപയോഗിക്കുന്നതും മരുന്ന് കൊണ്ടുപോകുന്നുമുണ്ട്. കഞ്ഞുണ്ണി ചേരുന്ന ആയുർവേദ ഔഷധങ്ങൾ നിരവധിയാണ്. കഞ്ഞുണ്ണിയാതി വെളിച്ചെണ്ണ, കഞ്ഞുണ്ണിയാതി തൈലം മുതലായ തലവേദനയ്ക്ക് ഉപയോഗിക്കുന്ന ഒരുപാട് തൈലങ്ങളിൽ കഞ്ഞുണ്ണി ചേരുന്നു. ശ്വാസം മുട്ടിനുതകുന്ന തേകരാജാതി തൈലം,
രസായന പ്രയോഗത്തിനുള്ള മാർക്കവ രസായനം, ശ്വിത്രം, അതായത് ലൂക്കോഡെർമ, അതിന് ഉപയോഗിക്കുന്ന മാർക്കവ തൈലം മുതലായവ കഞ്ഞുണ്ണിയാൽ നിർമ്മിതമാണ്.